മുട്ടായി മാമൻ്റെ കഥ പറയട്ടെ. ഒരു ദിവസം ഉണ്ടല്ലോ മോനെ, ഒരു മുട്ടായി മാമൻ ഇങ്ങനെ ഒരു കൊട്ട നിറച്ച് മുട്ടായി ഇങ്ങനെ കൊണ്ടുപോയിരുന്നേ. അപ്പം കൊട്ട നിറച്ച് എന്തൊക്കെ മുട്ടായി ഉണ്ട്? ഇപ്പോൾ ലോലിപോപ്പ് ഉണ്ട്, പിന്നെന്തുണ്ട്? ചോക്ലേറ്റ് മുട്ടായി ഉണ്ട്, ലോലിപോപ്പും ഉണ്ടേ. ആ മാമൻ ഇങ്ങനെ തല വെച്ചുകൊണ്ട് പോയപ്പോൾ മാമൻ ഉറക്കം വന്നേ. മാമനപ്പോൾ എന്നാൽ ഒരു മരത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പം മരത്തിൻ്റെ മേളിൽ ആരുണ്ടായിരുന്നു? മരത്തിൻ്റെ മേളിൽ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നേ. മാമൻ ഉറങ്ങിയപ്പോൾ ഉണ്ടല്ലോ മോനെ, കുരങ്ങൻ വന്നിട്ട് ഈ മുട്ടായി ലോലിപോപ്പും എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോയി മോനെ മേളോട്ട്. മേളിലിരിക്കുവാണേ. മാമനപ്പോൾ ഉണർന്നപ്പോഴുണ്ടല്ലോ മോനെ, നോക്കിയുണ്ടെങ്കിൽ കൊട്ടയ്ക്കകത്ത് മുട്ടായി ഒന്നും കാണുന്നില്ല. എന്തി മുട്ടായില്ല, കുരങ്ങന്മാരെല്ലാം കൊണ്ടുപോയില്ലേ? അയ്യോ, മാമൻ കരയാൻ തുടങ്ങിയേ. അപ്പം മാമൻ എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ ഇരുന്നൊരു കല്ലെടുത്തിട്ട് മേളോട്ട് എറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുരങ്ങന്മാരെല്ലാം കൂടെ ഉണ്ടല്ലോ മോനെ, മേളിൽ നിന്ന് കുറേ കല്ലിരിപ്പുണ്ടായിരുന്നു. ആ കല്ലെല്ലാം മേളിൽ നിന്ന് അതിൻ്റെ പഴവും ഈ മരത്തിൽ നിറച്ച് പഴങ്ങളുണ്ടായിരുന്നേ, അതും എല്ലാം കൂടെ പറിച്ച് തിരിച്ച് മാമനെ എറിഞ്ഞേ. അപ്പോൾ മാമന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. എന്തുവാ? മാമൻ്റെ പോക്കറ്റ് ഒരു മുട്ടായി കിടപ്പുണ്ടായിരുന്നേ. ആ മുട്ടായിയുടെ പേര് ചോക്ലേറ്റ് മുട്ടായി. ആ മുട്ടായിയുടെ പേര് ഡയറി മിൽക്ക് കേട്ടോ. കൊട്ടയ്ക്കകത്തിരുന്നത് ഫെറോറോ റോഷർ ഉണ്ട്, പിന്നെ അങ്ങനെ ക്ലേഴ്സ് ഉണ്ട്, ഒത്തിരി മുട്ടായി ഉണ്ടായിരുന്നു. പോപ്പിൻസ് ഉണ്ടായിരുന്നു, പിന്നെ മാംഗോ ബൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ മോനെ, മാമന് മുട്ടായി എടുത്തിട്ടേ ഡയറി മിൽക്ക് എടുത്ത് മേളോട്ട് എറിഞ്ഞേ. അപ്പോൾ ഉണ്ടല്ലോ ആ കുരങ്ങന്മാരെല്ലാം അവരുടെ കയ്യിൽ മുട്ടായി എടുത്ത് മാമനെ തിരിച്ചെറിഞ്ഞു മോനെ. അപ്പോഴത്തേക്ക് മാമൻ എന്ത് ചെയ്തു? ആ മുട്ടായി എല്ലാം കൂടെ പറക്കിയിട്ടുണ്ടല്ലോ മോനെ, കൊട്ടയ്ക്കകത്തിട്ടിട്ട് അങ്ങ് പോയി. അപ്പൊ എന്ത് മനസ്സിലായി കഥയെന്ന്? കഥയെന്ന് മനസ്സിലായെന്ന് പറ. കഥയിലെ ഗുണപാഠം എന്തുവാ? പറയടാ. കുരങ്ങന്മാരെ കണ്ടാല് മുട്ടായി എറിഞ്ഞു കൊടുക്കണം, മനസ്സിലായോ?